എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് മീഡിയ മൊത്തം നോക്കിയ ചാനലുകളിലെല്ലാം വാർത്ത അമ്മ സംഘടന. ജനങ്ങളെ ചോദിക്കുന്നുണ്ട്, ഇതൊന്ന് നിർത്താവോ, പിരിച്ചുവിടുവോ, ഞങ്ങൾക്കിത് കൊണ്ട് എന്താ പ്രയോജനം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ കമന്റ് വിടുന്നുണ്ട്. അപ്പൊ ഏതായാലും അൻസിബ കേസിന് പോകുന്നെന്ന് പറയുന്ന കേൾക്കുന്നുണ്ട്. ഇത്രയും ദിവസം ആ കുട്ടിക്ക് ധൈര്യം ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് കയറി വരുന്നുണ്ട്. ആദ്യം രാജിവെച്ച കുട്ടി തിരക്ക് മൂലം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവായി പോയതാ. അതിന്റെ കാരണവും അത് ഇപ്പൊ പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് ഉപദ്രവിക്കാനുള്ള ഒരു ആൾക്കാരാണ് എന്ന് പറയുന്നത്, അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം അവർ നടത്തും എന്നുള്ള ഒരു ഭയമുണ്ട്. പിന്നെ എല്ലാവരും ബാക്കി കുറെ ഉണ്ടല്ലോ സംഘടനയിൽപ്പെട്ടവര്, ഈ ടിനി ടോമും സേതാമേനോനും ലക്ഷ്മി പ്രിയൊന്നും അല്ലാതെ നീനാക്കുറിപ്പൊക്കെ അല്ലാതെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഈ കുട്ടിയെ വിളിച്ച് നീ മുന്നോട്ട് പോകും ധൈര്യമായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഏതായാലും കേസിന് പോയിട്ടുണ്ട്. ടിനി ടോമിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് അൻസിബ നിയമോപദേശം തേടിയിരിക്കുന്നു. പരാതി നിലനിൽക്കുമെന്നാണ് നിയമോപദേശം. നീനാക്കുറിപ്പ് അടക്കമുള്ളവരെ സാക്ഷിയാക്കും. പഴയ നടി ഉഷയും ജിഹാദി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജിഹാദി എന്ന് പറയുമ്പോൾ താഴെ എനിക്കൊരു കമന്റ് വന്ന്, ഞാൻ ഇവരൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ കോമഡി ആയിട്ട് പറഞ്ഞ്, ഇസ്ലാം മതത്തിലേക്ക് അൻസിബ മതപരിവർത്തനം ശ്രമിച്ചോ? അതായത് അൻസിബ പോലും മുസ്ലിം ആണോ എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അൻസിബ മുസ്ലിമാണെന്ന് അൻസിബയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ള രീതിയിൽ കമന്റ് പറയുന്നുണ്ട്. അതായത് ഇസ്ലാം മതത്തിന്റെ ആ രീതിക്കൊന്നും അല്ലല്ലോ അൻസിബയും ജീവിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമാ താരമായിട്ടുള്ളവർക്കൊന്നും മുസ്ലിം മതത്തിൽപ്പെട്ടവർ, ഇപ്പം ഷംന കാസിമിനെ ഞാൻ ഓർക്കുന്നുണ്ട്, അവരെയൊക്കെ പള്ളിയിൽ നിന്ന് പുറത്താക്കുന്നു. ആ മത നിയമങ്ങളിലുള്ള അനുസരിച്ചൊന്നും ആയിരിക്കില്ല പിന്നീട് ഇവര് ജീവിക്കുന്നത്. തട്ടമിടുക അല്ലെ അങ്ങനെ ഒന്നും ഇവർക്ക് പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇവരെ ആ ഒരു മതത്തിലാണ് ഇവരെന്ന് ഇവർക്ക് മാത്രം പറഞ്ഞു നടക്കാന്നേ ഉള്ളൂ. ഇന്നലെയൊക്കെ തൊട്ട് കമന്റ് പറയുന്നുണ്ട്, അൻസിബ മുസ്ലിം ആണോ എന്ന് ആൾക്കാർ കമന്റ് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോമഡി ആയിട്ട് ചോദിക്കുന്നതാണ്. അത് ഈ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് പിന്നെ മതത്തിന്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് പെരുമാറാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ പൊതുവെ ഞാനൊരു മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ മത നിയന്ത്രണത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നവർക്ക് പെൺകുട്ടികളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റും. കാരണം ഒരു ബാലതാരമായിട്ട് അഭിനയിച്ച ഒരു കൊച്ചിന്റെ അമ്മയോട് ഞാൻ ചോദിച്ചു, വലുതാകുമ്പോൾ സിനിമയെ വിടുമെന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അത്ര ഭംഗിയുള്ള ഒരു കൊച്ചാണ്. അപ്പൊ അതിനെ വലുതാകുമ്പോൾ സിനിമയായിട്ട് ഇപ്പൊ അതിനെ കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും വിടത്തില്ല, അതാണ് അതിന്റെ രീതി. അപ്പൊ ഏതായാലും ഉഷയെ പിന്നെ ജിഹാദി ആക്കിയിട്ടുണ്ടെന്ന് ഉഷ പറയുന്ന കേൾക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉള്ള അൻസിബ ഓഫീസിൽ ചെല്ലുമ്പോൾ തൊട്ട് അവളെ ഒറ്റപ്പെടുത്തുന്ന വിവരങ്ങളൊക്കെ അറിയാം. എന്നെയും വിളിച്ചു. അത് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. അപ്പൊ ഈ വിവരം പറഞ്ഞു വരുമ്പോൾ നമുക്കിപ്പോ സേതാമേനോൻ ഇതൊന്നും അറിയത്തില്ല കേട്ടോ. സേതാമേനോൻ അമ്മായിൽ നടക്കുക തലക്കെട്ടൊക്കെ കെട്ടി വളരെ വേഷം കെട്ടി ഇങ്ങോട്ട് വരുന്ന ഒരു മൊത്തം കള്ളികളാകട്ടെ. കള്ളികളെന്ന് പറഞ്ഞാൽ പെരും കള്ളികളാണ് ഇതിന്റെ അകത്തുള്ളത്, മെയിൻ സ്ഥാനത്തിരിക്കുന്നത്. ഇന്ന് വേറൊരു കമന്റ് കേട്ടോ, ഫഹദ് ഫാസില്, ആസിഫ് അലി, ടൊവിനോ, പൃഥ്വിരാജ്, പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ, ഇങ്ങനെ ഒരു കുറെ സംഘമുണ്ടല്ലോ, അവരൊക്കെ വരട്ടെ മുന്നോട്ട് എന്നുള്ള രീതി. അതും ഒരു പരിധിവരെ ശരിയാ. ഇതുങ്ങളും മൊത്തം കളികളാ. സേതാമേനോന്റെ ഇവരുടെ ബൈലോ അനുസരിച്ചുള്ള നിയമം അനുസരിച്ച് ഒരു കാര്യം പുറത്തു പറയരുത് കേട്ടോ. അതിന്റെ ഉള്ളിൽ പീഡനോ റേപ്പോ എന്ത് കാര്യം നടന്നാലും പുറംലോകം അറിയരുത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അതാണ് അവരുടെ നിയമം എഴുതി ഉണ്ടാക്കി വരും. അമ്മ സംഘടന ഉണ്ടാക്കുമ്പോൾ ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം ലംഘിച്ച് അപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതായത് അവിടെ എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും അതിനുള്ളിൽ ഒതുങ്ങിക്കോണം, ഒരാൾ പോലും പുറത്തറിയരുത്, അതായത് പൊതുജനം അറിയരുത്. അത് അവരുടെ ഇമേജിനെ ബാധിക്കും. അപ്പൊ സേതാമേനോൻ എനിക്കറിയില്ല നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതെന്താ വെച്ചാൽ അത് കുത്തുവാക്കാണ്. അൻസിബ അവരോട് പറഞ്ഞില്ല, അൻസിബ അവരോട് അയച്ചോ മെയിലില്, പിന്നെ അത് കണ്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പോകാൻ നേരത്ത് രാജിവെക്കാൻ നേരത്ത് ചോദിച്ചപ്പോ തിരക്കായതുകൊണ്ടാന്ന് പറഞ്ഞെന്നുള്ള വാക്കേ തൂങ്ങിയാണ് സേതാമേനോനിക്ക് എല്ലാ കാര്യവും അറിയാം. പക്ഷെ പേരും കള്ളികളാ, ഒന്നും പറയത്തില്ല. വിവാദങ്ങളൊന്നും ഇതിൽ പ്രശ്നമല്ല, പ്രശ്നങ്ങളൊന്നും അല്ല. അതല്ലേ പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളുടെ കാര്യങ്ങൾ തുടരുന്നു. ജോലി ചെയ്യാം, വിവാദം ഇങ്ങനെ വന്ന് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഞാൻ ആഗ്രഹമില്ലാത്ത വാർത്തകളാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ വഴി തന്നെയാണ് എല്ലാം അറിയുന്നത്. സേതാമേനോൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് സ്റ്റാമ്പായി മാറുക എന്ന് പറയാം, അങ്ങനെ ഒന്നും പുള്ളിക്കാരത്തിക്ക് അറിയില്ല. പുള്ളിക്കാരത്തി വേഷം കെട്ടി വരും, മീറ്റിങ്ങിന് വേഷം കെട്ടി തിരിച്ചു പോകും. പത്രക്കാരെ കാണുമ്പോൾ എന്തേലും കുഞ്ഞുവാവ സംസാരിക്കും, ഇത്രയേ ഉള്ളൂ. വേറെ ഗൗരവമുള്ളല്ലോ. എന്തിനാണോ ആ സ്ഥാനത്ത് കയറ്റി വെച്ചിരിക്കുന്നത് അതാണ്. പിന്നെ അവിടെ സ്ഥാനം റബ്ബർ സ്റ്റാമ്പാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ജനറൽ സെക്രട്ടറിയാണ് അവിടുത്തെ എല്ലാ കാര്യവും ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് കുക്കു പരമേശ്വരൻ. പിന്നെ ട്രഷററായിരുന്ന നമ്മുടെ
കോഴിയായ ഉണ്ണി ശിവപാൽ ഇവരൊക്കെ ആയിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം സത്യത്തിൽ ഇപ്പം വാർത്ത അരുൺകുമാറിനോടും ഒക്കെ അൻസിബ വന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അൻസിബ ആദ്യമായിട്ട് ഒരു ഈ സംഘടനയിലോട്ട് ഒരു അമ്പലക്കാർ, അതായത് വെണ്ണല മഹാദേവ ക്ഷേത്രക്കാർ സ്പോൺസർഷിപ്പിന് വന്ന് 20-30 ലക്ഷത്തിന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. അതിനെയാണ് പുള്ളിക്കാരത്തി എതിർത്തോടുകൂടി അൻസിബയോട് ദേഷ്യമായി തുടങ്ങി. അപ്പൊ തൊട്ട് അൻസിബയ്ക്കെതിരെ ഇവര് കുറെ പേരങ്ങ് തിരിഞ്ഞിട്ട് തുടങ്ങിയ അംഗമാണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അൻസിബ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഭൂലോക ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വന്നിട്ട് ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ ലക്ഷ്മിപ്രിയക്ക് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ചു കാലമൊക്കെ ലക്ഷ്മിപ്രിയക്ക് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ദുരന്തമായി മാറുന്നല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോ, തെരുതര ആ കുട്ടി സംസാരിക്കുന്നതിന്റെ ഇടയിൽ മുഴുവൻ നേരം അൻസിബ വളരെ ഈസി പാസിംഗില് അവിഹിതം 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 എന്ന് പറയുന്നു. അത് ആ അൻസിബയ്ക്ക് അവിഹിതം എന്ന് പറഞ്ഞാൽ വളരെ ഒരു നിസ്സാര സംഭവമാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കൊള്ളുവാക്ക് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വെച്ചോണ്ട് പറയുന്നതായിരിക്കും. കാരണം ഇവര് ദുബായി പോയിട്ടൊരു ഫോട്ടോ എടുത്തല്ലോ, അത് കണ്ടല്ലോ എന്നോ എന്തോ ചോദിച്ചു. അത് അവരുടെ വീട്ടിലല്ലേ, അത് അൻസിബ മെസ്സേജ് അയച്ചു, ഇവർക്കാ മെസ്സേജ് അയച്ചു, ലക്ഷ്മിപ്രിയക്ക് മെസ്സേജ് അയച്ചു. അത് ഹസ്ബൻഡ് കണ്ടതിന്റെ പേരിൽ അവരുടെ വീട്ടിൽ അടിയും പിടിയും വരെ നടന്നെന്നും പറഞ്ഞൊക്കെയാണ് പിന്നീട് അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്ത് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ഇരിക്കേണ്ടതൊക്കെ വന്നെന്നൊക്കെയാണ് വേറൊരു കഥ ഇങ്ങനെ പോകുന്നത്. അപ്പം ഇതിന്റെ അകത്ത് അപ്പൊ അവിഹിതം 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 എന്ന് പറയുന്ന അൻസിബ കൂടെ പറയുന്ന ഒരു തെറ്റായിട്ട് ലക്ഷ്മിപ്രിയക്ക് തോന്നുന്നു. അതൊന്ന് കേൾക്കുക. അത് കേട്ട ചിരിക്കാത്തവരില്ല. അൻസിബയുടെ സംസാരത്തിൽ, അൻസിബയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പൊതുസമൂഹം എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന 2 വാക്കുകളാണ്. അൻസിബ യൂഷ്വൽ ആണ്. നമ്മളൊക്കെ അൺയൂഷ്വൽ പദങ്ങളായിട്ട് വെക്കുന്ന 2 വാക്കുകൾ അൻസിബ വളരെ യൂഷ്വൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അവിഹിതം എന്ന പദം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും. അവിഹിതം പറഞ്ഞു, അവിഹിതം ചേർത്ത് പറഞ്ഞു എന്ന് പറയും. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരിടത്തും ഉപയോഗിക്കാത്തൊരു പദമാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അത്ര ഒരു കാര്യം വരുമ്പോൾ പറയട്ടെ. ഈ ലൈറ്റ് ഇടാൻ ഉപയോഗിക്കുന്ന സ്വിച്ച് അതൊരു ഇംഗ്ലീഷ് വാക്കാ. അതിന്റെ മലയാള വാക്ക് ആൾക്കാർ പറയല്ലോ, വൈദ്യുത ആഗമന നിഗമന കേന്ദ്രം എന്തോ ഒരു വാക്ക് പറയും. അതേപോലെ അവിഹിതത്തിന് ഇനി വേറെ എന്തെങ്കിലും ഒരു വാക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവോ ലക്ഷ്മിപ്രിയോ ആരേലും ആയിട്ട് മറ്റൊരു ബന്ധമുണ്ടെന്ന് വേറൊരാൾ പറയുകയാണെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? അവിഹിതം. അങ്ങനെയല്ലേ? ഈ അൻസിബ കൂടെ അവിഹിതം അവിഹിതം എന്ന് പറയാനുണ്ടായ കാരണം എന്താ? ആ കുട്ടിയെ ചേർത്ത് ഓരോരുത്തരെയും ചേർത്ത് ഓരോ കഥ, അവിഹിത കഥകൾ പടച്ചു വിട്ടു. അപ്പൊ ആ കൊച്ചു ആ കാര്യം പറയുന്നതിന് അവിഹിതം എന്ന വാക്ക് ഉപയോഗിച്ചു. അവിഹിതം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? നമ്മുടെ നിഘണ്ടുവിലില്ലേ? അതവിടെ നടന്നു എന്ന് ഒരാളെ പറ്റി പറഞ്ഞാൽ നമ്മളത് എടുത്തു പറയുമ്പോൾ ആ വാക്കല്ലേ. ഇനി എന്തെങ്കിലും പുതിയ വാക്ക് കണ്ടുപിടിക്കണോ? അതോ പുതിയ വാക്കുണ്ടോ? അതോ അത്ര പറയാൻ മേലാത്ത വാക്കാണ്. ആൾക്കാർ പറഞ്ഞു വരുത്തിയ കാര്യം തിരിച്ച് ആ കുട്ടിക്ക് പറയാൻ പറ്റില്ലേ? ആൾക്കാർക്ക് പറയാം. ഇപ്പൊ മോഹൻലാലിനെയും അൻസിബയും കൂടെ കൂട്ടിയാണ് കുറെ അവിഹിത കഥകൾ അവിടെ ഉണ്ണി ശിവപാലൊക്കെ പടച്ചുവിട്ട്. ആ കാര്യം മീഡിയയുടെ മുന്നിൽ വരുമ്പോഴത്തേനും എന്നെ കുറിച്ച് പലരുമായിട്ട് അവിഹിതം പറയുന്നു എന്ന് പറയാതെ ആ കുട്ടി അതിന് പകരം എന്ത് വാക്ക് ഉപയോഗിക്കുമ്പോ? ലക്ഷ്മിപ്രിയ കുലശ്രീ ആയതുകൊണ്ട് ഇനി വേറെ വല്ല വാക്കും മലയാള നിഘണ്ടുവിലുണ്ടോ ഇല്ലെന്നറിയില്ല. ഇനി അതൊക്കെ പോട്ടെ, തമാശയായിട്ട് പറഞ്ഞു വിട്ടുന്നേ ഉള്ളൂ. മെയിൻ കാര്യത്തിലേക്ക് വരാം. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻകാര് ഇവർക്ക് കൊണ്ടുവന്ന് 30 ലക്ഷം രൂപയെ സ്പോൺസർ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? അത് വന്നപ്പം അതിന് നിയമമില്ല, ശരിക്കും അതിന് നിയമമില്ല. അതിനെയാണ് അൻസിബ ആദ്യമായിട്ട് എതിർത്തത്. അതൊന്ന് കേൾക്കാം. ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതൊരു അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മതസ്ഥാപനത്തിൽ 9 വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠയ്ക്ക് പോയ ആളാണ് ഞാൻ, ഗസ്റ്റായിട്ട് പോയ ആളാണ്. ഞാനും റസൂൽ പൂക്കുട്ടി സാറും പോയതാണ്. അങ്ങനെയുള്ള എന്നെയാണ് അന്ന് മുതൽ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരും എന്റെ അടുത്ത് പറഞ്ഞത് അവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെയാണോ ഒരാളെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത്? അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് അറപ്പൊന്നുമില്ലേ? അതെനിക്ക് തോന്നി സത്യസന്ധമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി, യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലർ യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലർ മെജോറിറ്റി പക്ഷേ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. പക്ഷേ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഭയന്ന് കാണും, ഇനിയും ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഫ്യൂച്ചറിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക്
ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പൊ അവരോട് ഞാനിത് പറഞ്ഞു. കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ബോധപൂർവം ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യിപ്പിച്ചതാണ്. വേണ്ടിയായിരിക്കും എനിക്കറിയില്ല. കാരണം അവസാനം അൻസിബ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവര് അമ്മ സംഘടനയിലുള്ള അതിന് സ്വാധീനമുള്ളവരൊക്കെ ഉണ്ട് അവിടെ എന്നാണ് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വളരെ റിവഞ്ച് ഉള്ള ആൾക്കാരാണ്. വളരെ. കാരണം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് ഇത്രയും പീഡനം ഞാൻ അനുഭവിച്ചത്. എന്നിരിക്കെ ഞാൻ ഇത്രയും കാര്യം പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഭയമുണ്ട്. എന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കാനുള്ള സാധ്യത 100%. ഈ വാർത്ത സത്യമാണെന്നുള്ള വാർത്ത പുതിയതായിട്ട് വന്നിട്ടുണ്ട്. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ കണക്ക് സഹിതം അരുൺകുമാർ പറയുന്നത് കൂടെ ഒന്ന് നമ്മൾ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. ആരാധനാലയങ്ങൾ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളെ അങ്ങോട്ട് തിരിച്ച് റിവേഴ്സ് സ്പോൺസർഷിപ്പ് ചെയ്യുക എന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളാണ് ഈ സ്പോൺസർഷിപ്പുകളും ചാരിറ്റിയുടെ ഭാഗമായിട്ടുള്ള സംഭാവനകളും ഒക്കെ സ്വീകരിക്കുന്നത്. ഇതിപ്പോ അമ്മയുടെ കുടുംബസംഗമം നടത്താൻ റോഷി അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു റിവേഴ്സ് സ്പോൺസർഷിപ്പ് നടന്നിരിക്കുന്നു. ഇതുകൊണ്ട് ക്ഷേത്രത്തിന് എന്ത് മെച്ചം? താരങ്ങളുടെ കുടുംബസംഗമത്തിന് വെണ്ണല മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിൽ 30 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ ക്ഷേത്രത്തിന് എന്താണ് നേട്ടം? അങ്ങനെയാണെങ്കിൽ ഈ ഇടപാട് ദുരൂഹമാണ്. കമ്മിറ്റിയുടെ ചെയർമാനായ നന്ദകുമാറും ഒപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ഫെബ്രുവരി 7-ം തീയതിയാണ് ഒപ്പുവെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ ആദ്യഘട്ടത്തിലും പിന്നീട് 45 ലക്ഷം രൂപ പിന്നീട് 2ാം ഘട്ടം. ആ പരിപാടി കഴിഞ്ഞ് 3 ദിവസത്തിനകം ആ തുകയും നൽകാമെന്നാണ് ധാരണാപത്രത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ ധാരണ ഉണ്ടാകുന്നു. ആ ധാരണ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അത് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അൻസിബ ശക്തമായി എതിർക്കുകയാണ്. അത് ഒരു മതസംഘടന, ഒരു മതസ്ഥാപനം, ആ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പ് വാങ്ങാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ്, അങ്ങനെ ഒരു നിലപാടാണ് അൻസിബ അവിടെ സ്വീകരിച്ചത്. പക്ഷേ ഭൂരിഭാഗം അംഗങ്ങളും ഈ ക്ഷേത്രത്തിന്റെ വെണ്ണല മഹാദേവ ക്ഷേത്ര കമ്മിറ്റിയുടെ സ്പോൺസർഷിപ്പ് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ ഭൂരിഭാഗം അംഗങ്ങളുടെ അഭിപ്രായം അത് അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ടൈറ്റിൽ സ്പോൺസറായി വന്നത് വെണ്ണല മഹാദേവ ക്ഷേത്ര കമ്മിറ്റി തന്നെയായിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ അവിടെ ആരംഭിക്കുകയും ചെയ്തു. ഈ അൻസിബയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ തർക്കം തുടങ്ങുന്നതും ഈ വെണ്ണല മഹാദേവ ക്ഷേത്രം അമ്മയുടെ കുടുംബസംഗമം സ്പോൺസർ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കരാറാണ്. ആ കരാർ ധാരണാപത്രത്തിന്റെ പകർപ്പാണത്. അതിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ഷേത്ര കമ്മിറ്റി അമ്മ എന്ന താരസംഘടനയുടെ ഈ കുടുംബസംഗമം സ്പോൺസർ ചെയ്യാൻ തയ്യാറായത് എന്നാണ് ആദ്യം പറയേണ്ടത്. അതുവഴി എന്ത് തരത്തിലാണ് അവർക്ക് പലതരത്തിലുള്ള കഥകളാണ് പ്രചരിക്കുന്നത് കേട്ടോ. അതിലൊന്ന് പിന്നീട് മറ്റൊരു സംഘടനയ്ക്ക് സ്ഥാനാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമായിരുന്നുവെന്ന് ഒരു ഭാഗത്ത് കേൾക്കുന്നു. വാസ്തവം എന്താണെന്ന് നമുക്കറിയണം. രണ്ടാമത് മറ്റൊന്ന് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നുവെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണോ? അതല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു ഗൂഢമായ ഒരു സ്പോൺസർഷിപ്പ് ക്ഷേത്രം ചെയ്യുന്നത്? ക്ഷേത്രത്തിന് അതുകൊണ്ട് എന്താണ് മെച്ചമുണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി നൽകേണ്ടത് ക്ഷേത്ര കമ്മിറ്റിയാണ്. വളരെ നിർണായകമായ വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്. അമ്മയിൽ തുടങ്ങിയിരിക്കുന്ന ഈ ആഭ്യന്തര കലഹത്തിന്റെ മൂല കാരണം അൻസിബ നേരത്തെ സൂചിപ്പിച്ച ഈ എഗ്രിമെന്റ് ആയിരുന്നു. ഇതിന്റെ എല്ലാം ഇപ്പൊ അമ്മ സംഘടന നടക്കുന്ന പല കാര്യങ്ങളുടെ ഇടയ്ക്ക് നിന്ന് നല്ലപോലെ ചരട് വലിച്ച് കളി മൂപ്പിച്ചു കൊടുക്കുന്ന ആളെ നീനാക്കുറുപ്പാണെന്ന് തോന്നുന്നുണ്ട് വാർത്ത കാണുന്നതിൽ നിന്ന്. എന്താണെങ്കിലും ഈ വെണ്ണല ക്ഷേത്രത്തിന്റെ കാര്യത്തില് ആദ്യമായിട്ട് എന്തോ ആവശ്യത്ത ബന്ധമാണ് ഇവരുമായിട്ട്. അത് ആദ്യമായിട്ട് എതിർത്ത ആളാണ് അൻസിബ. അപ്പൊ അൻസിബയെ പിടിച്ച് മത തീവ്രവാദിയാക്കി, അവിഹിതക്കാരിയാക്കി, അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളാക്കി. തുടക്കം തൊട്ട് അതുല്യ, അതായത് സെക്രട്ടറിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഉണ്ണി ശിവാലിനെ പറ്റി തുറന്നു പറഞ്ഞപ്പോൾ പോലും അത് പുറത്ത് മീഡിയയോട് പറഞ്ഞാണ് നീനാക്കുറുപ്പിന്റെ വിഷയം. ആ കുട്ടി എന്ത് പീഡനം ഏറ്റാലും കുഴപ്പമില്ല, അത് മീഡിയയോട് തുറന്നു പറഞ്ഞു. അങ്ങനെ ഇവരുടെ ബൈലോ അങ്ങനെയാണ്, ഒന്നും പൊതുജനം അറിയാൻ പാടില്ല. അവിടെ നടക്കുന്ന പീഡനം അതും ഇതൊക്കെ സഹിച്ചു പോവുക എന്നുള്ള രീതിയാണ്. അപ്പൊ അൻസിബ തുറന്നു പറഞ്ഞുകൊണ്ട് അൻസിബ പറയുന്ന പോലെ അൻസിബയെ ഉപദ്രവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അമ്മ സംഘടന എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് നമ്മൾ ആരാധിക്കുന്ന കുറെ ആൾക്കാരാണ് അതിൻ്റെ അകത്തുള്ള. സത്യം പറയാൻ നമുക്ക് ലൈഫിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയി കണ്ട് അത് ആസ്വദിച്ചിട്ട് തിരിച്ചു വരിക എന്നല്ലാതെ അതിൽ അഭിനയിച്ച ഒരു വ്യക്തിയെ ഒരല്പം പോലും ആരാധിക്കാൻ കൊള്ളില്ല. ആരാധിക്കാനല്ല, ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ കൊള്ളില്ല. അതിപ്പോ പിന്നെ യൂട്യൂബിലാണേലും അങ്ങനെയാ കേട്ടോ. ഓരോ ചാനലുകാരെ ഞാൻ കമന്റ് കാണുന്നുണ്ട്. ചിലരെയൊക്കെ ഇങ്ങനെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ദൈവം പോലെ വിശ്വസിച്ച് കമന്റ് ഇട്ട് സ്നേഹിച്ച് പോവുക. ഇവരുടെയൊക്കെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്, ഈ കമന്റ് ഇടുന്നവരുടെയൊക്കെ കണ്ണ് കെട്ടിയിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നും. സത്യം ഒന്നും ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇത്രയ്ക്ക് മലയാളിക്ക് ബുദ്ധിയില്ലാതെ അന്ധമായ സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയാം. യൂട്യൂബർമാരായിട്ടുള്ള ചിലര് പറ്റിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ
അതുപോലെ വിശ്വസിച്ചങ്ങ് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന കമന്റാണ് ഇടുന്നത്. മലയാളിക്കപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ നടന്ന ആട് ഇതോ മാഞ്ചിയം അത് ഇതൊക്കെ ഇല്ലേ ഇങ്ങനെ പറ്റിച്ച് തന്നെ ഒരു സൈഡിൽ നമ്മൾ പറയും മലയാളി ഭയങ്കര പുലിയാന്ന്, മറു സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. കാരണം ആർക്ക് വേണേലും ഇവരെ പറ്റിച്ച് ഒരു ചിട്ടിക്കമ്പനിക്കാർ പറ്റിച്ചിട്ട് പോകാറില്ലേ, പറ്റിക്ക് കഴിയുമ്പോഴല്ലേ അയ്യോ എന്ന് വെക്കുന്നത്. അതേ രീതി യൂട്യൂബിലൊക്കെ നടക്കുന്നുണ്ട്. തുറന്നു പറയുന്നില്ല, പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ട്. ആ കമന്റ് ബോക്സ് കാണുമ്പോൾ ഞെട്ടിപ്പോവാ, മലയാളി ഇത്ര വിഡ്ഢികളാണല്ലോ എന്ന്. ആരെങ്കിലും ഒരു എതിര് കമന്റ് എന്തെങ്കിലും ഇട്ടാ അവരെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. ഞാൻ ഈ കമന്റൊക്കെ വായിച്ചു വെച്ചിട്ട് പോരത്തേ ഉള്ളൂ. പക്ഷെ എന്നാലും ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ബോധമില്ലാതായ സ്ത്രീകളാകട്ടോ, പുരുഷന്മാരല്ല സ്ത്രീകളാണ് കൂടുതലും. യാതൊരു ചിന്തയില്ല, ഒന്നുമില്ല. റിയലും റിയാലിറ്റിയും രണ്ടാന്നുള്ള ഒന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ സിനിമാക്കാരെ ചുമ്മാ പോയി സിനിമ കണ്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോരുക. അവരെ ഇഷ്ടപ്പെടാനും ആരാധിക്കാനും സ്നേഹിക്കാനും ഒന്നും പോകരുത്. അവരുടെ യഥാർത്ഥ ലൈഫ് ആനയാടും പോലത്തെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.